യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിൻ്റെ പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണം. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ അശുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്, ഒത്തിരിയേറെ പാപം ഞങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. യേശുവേ, കരുണയോടെ അങ്ങയുടെ ചോര കൊണ്ട് ഞങ്ങളെ കഴുകണമേ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, ഉന്നതമായ കൃപകളാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ അഹങ്കാരവും അങ്ങ് ഏറ്റെടുക്കണമേ. അഹങ്കാരത്തിൻ്റെ ബന്ധനത്തെ തകർക്കണമേ. അഹങ്കാരത്തിൻ്റെ ദുരാത്മാവ് ഞങ്ങളെ വിട്ടുമാറട്ടെ. ഞങ്ങളെ എളിമയുള്ളവരാക്കി മാറ്റണമേ, വിനയമുള്ളവരാക്കി മാറ്റണമേ. ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയ യേശുവിൽ നിറഞ്ഞ അതേ വിനയത്തിൻ്റെ ആ ഒരു മാതൃക, ആ ഒരു കൃപ ഞങ്ങളിലേക്ക് പകരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല ബിസിനസ്, നല്ല തൊഴിൽ മേഖലയിലൊക്കെ തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ആ മകനും കുടുംബവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അധ്വാനിച്ച് നന്നായിട്ട് പണമുണ്ടാക്കി 2-3 വാഹനങ്ങൾ, ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തി ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വളരെ യാദൃച്ഛികമായി ഒരു വൈദികൻ്റെ വാഹനവുമായിട്ട് വന്ന് തട്ടി ഉരസുവാൻ കാരണമായി. ഈ മകന് എന്നോട് പറഞ്ഞ ഇതാണ്: അഹങ്കാരത്തോടെ വാഹനം ഒതുക്കി നിർത്തിയിട്ട് ഇറങ്ങിച്ചെന്ന് ആ വൈദികനെ വളരെ മോശമായിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ വാഹനത്തിൻ്റെ ഒരു അല്പം ചലകിതേ ഉള്ളൂ, എനിക്ക് ക്ഷമിക്കാൻ ഉള്ള കാര്യമേ ഉള്ളൂ. ആ വൈദികന് വളരെ എളിമയോടെ ഒക്കെ സംസാരിച്ചിട്ട് ഞാൻ അംഗീകരിച്ചില്ല. ഈ മകൻ പറയുകയാണ്, കാലങ്ങൾ കടന്നുപോയി, സാമ്പത്തിക മേഖലയൊക്കെ തകർന്നു, ബിസിനസ് പൊളിഞ്ഞു, വാടക വീട്ടിലായി. ഈ അടുത്ത നാളിൽ ആ മകൻ എന്നോട് പറയുകയാണ്, ആ വൈദികൻ ഇപ്പോൾ ഇരിക്കുന്ന ദേവാലയത്തിൽ ഇടവകയിൽ ചെന്ന് ആ അച്ഛനോട് ഞാൻ ക്ഷമ ചോദിച്ചു. ആ അച്ഛൻ എനിക്ക് ക്ഷമ തന്നു. അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ക്ഷമിച്ചതാണ്, എന്നിട്ടും ക്ഷമിച്ച് എന്നെ അനുഗ്രഹിച്ചു വിട്ടുവന്നു. ആ മകൻ്റെ വാക്കുകൾ ഇതാ: അന്ന് ആ പുരോഹിതനോട്
ഞാൻ തട്ടിക്കയറിയത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ്, ഞാനെന്ന ഭാവം കൊണ്ടാണ്. അന്ന് നന്നായിട്ട് സമ്പത്തുണ്ട്, ബിസിനസ്സുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, തൊഴിൽ മേഖല സമ്പുഷ്ടമാണ്, ഒന്നിനും കുറവില്ലായിരുന്നു. ഇപ്പോഴും ആ മകൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാം തകർന്നു പോയി, തരിപ്പണമായി പോയി. അഹങ്കാരത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരും. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് തകർച്ച ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയതൊക്കെ നമുക്ക് നഷ്ടമായി വരികയും ചെയ്യും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വചനങ്ങൾ, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ കാതു തുറക്കണം, ദൈവസ്വരത്തിനു വേണ്ടി കാതു തുറക്കണം, കാതോർത്ത് നീ കേൾക്കണം, അഹങ്കരിക്കരുത്. ഇത് ദൈവത്തിൻ്റെ സ്വരമാണ്. സമ്പത്തുണ്ട്, അഹങ്കരിക്കരുത്. സൗന്ദര്യമുണ്ട്, അഹങ്കരിക്കരുത്. വിദ്യാഭ്യാസമുണ്ട്, അഹങ്കരിക്കരുത്. നല്ല മക്കളുണ്ട്, അഹങ്കരിക്കരുത്. നീ ആഗ്രഹിച്ചതൊക്കെ നീ നേടിയെടുത്തു, അഹങ്കരിക്കരുത്. നിന്റെ കഴിവില്, നിന്റെ ശക്തിയില്, സമ്പത്തില് ഉന്നത സ്ഥാനമാനമുണ്ട്, നീ അഹങ്കരിക്കരുത്. കർത്താവ് ശക്തമായ ഒരു മുന്നറിയിപ്പ് തരികയാണ്. നീ നിന്റെ കാത് തുറക്കുക, കേൾക്കുക, അഹങ്കരിക്കരുത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. നീ കാൽ ഇടറി വീഴുന്നതിന് മുമ്പ്, അഹങ്കാരത്തിൻ്റെ മേച്ചിൽപ്പുറത്തിലൂടെ നടന്ന് കാൽ ഇടറി വീഴുന്നതിന് മുൻപ്, തകർന്ന് വീഴുന്നതിന് മുൻപ് നീ കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. നീ കർത്താവിന് മഹത്വം കൊടുക്കുക. വചനമതാ പറയുന്നത്, കർത്താവിന് മഹത്വം കൊടുക്കുക. നീ മഹത്വം എടുക്കരുത്. നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ചില പറയാറുണ്ട്, ഞാൻ അധ്വാനിച്ചു സമ്പാദിച്ചതാ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. തെറ്റിപ്പോയി. നീ അധ്വാനിച്ചുവെങ്കിൽ നിനക്ക് ഫലം നൽകിയത് ദൈവമാണ്. നീ മഹത്വം എടുക്കരുത്, എല്ലാം ദൈവമാണ് ചെയ്യുന്നത്. ആര് മഹത്വം എടുക്കുന്നോ ആ വ്യക്തിയുടെ തകർച്ച ഉറപ്പാ. അതുകൊണ്ട് കർത്താവിന് നീ മഹത്വം കൊടുക്കണം. ദൈവം എല്ലാം ദാനമായിട്ട് നമുക്ക് നൽകി. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എൻ്റെ ദൈവം എനിക്കിത് ദാനമായിട്ട് നൽകിയതാണ്. എൻ്റെ ദൈവത്തിന് മഹത്വം. ദൈവസമ്പത്ത് നൽകി, വീട് നൽകി, ദൈവത്തിന് മഹത്വം. നല്ല മക്കളെ നൽകി, ദൈവത്തിന് മഹത്വം. നമ്മുടെ ശുശ്രൂഷകളിൽ കർത്താവ് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവിന് മഹത്വം. എല്ലാറ്റിനും മഹത്വം കർത്താവിന് കൊടുക്കുന്ന വ്യക്തിയായിട്ട് നീ മാറണം. നിൻ്റെ അഹങ്കാരം നിന്നെ തവിടുപൊടിയാക്കും. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. അഹങ്കാരത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കുമ്പോൾ, അങ്ങനെ കടന്നു പോകുമ്പോൾ വെളിച്ചം തേടിയാൽ നിനക്ക് കൂരിരുട്ടായിരിക്കും ലഭിക്കുക. അഹങ്കാരത്തിലൂടെ നടക്കുമ്പോൾ നീ വളരെ പെട്ടെന്ന് തകർച്ചയിലേക്ക് പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. 17-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപാടുകൾ അനുസരിക്കുന്നില്ല. അപ്പോൾ രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് നിന്നെ ഓർത്ത് കരയും. അതായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ തകർച്ചകളും അതിലൂടെ നീ നാശത്തിലേക്കാകുന്നതും ഓർത്ത് എൻ്റെ ആത്മാവ് കരയും. രഹസ്യത്തിൽ നമ്മെ ഓർത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കരയുക. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നു, ഞാനെന്ന ഭാവം നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഗർവവും ധാർഷ്ട്യവും ഒക്കെ നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എളിമയുള്ളവരായിട്ട് മാറുക, വിനയത്തിലേക്ക് നമ്മൾ വരിക. ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കർത്താവ് കഴുകിയെങ്കിൽ
കർത്താവ് കുനിഞ്ഞു, ശിഷ്യന്മാരുടെ മുമ്പിൽ കുനിഞ്ഞ് ആ കാൽപാദങ്ങൾ കഴുകിയ. ഒന്ന് കുനിയുവാൻ, ഒന്ന് താഴുവാൻ, ഒന്ന് എളിമപ്പെടുവാൻ നീ മനസ്സായാൽ കർത്താവ് വലിയ അനുഗ്രഹം നിനക്ക് മേൽ ചൊരിയാൻ പോകുകയാണ്. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകി കരയും. ഞാൻ ഉള്ളുരുകി കരയും. കർത്താവിൻ്റെ ജനത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക. കർത്താവിൻ്റെ ജനം സാത്താൻ്റെ അടിമത്തത്തിൽ വീഴുകയാണ്. കർത്താവിൻ്റെ ജനം, ദൈവത്തിൻ്റെ അജഗണം, ദൈവത്തിൻ്റെ സ്വന്തം ജനം പാപത്തിലും അശുദ്ധിയിലും ജീവിക്കുക. സാത്താൻ ദൈവജനത്തെ ബന്ധിച്ചിരിക്കുകയാണ്. തിന്മയിലും ആസക്തിയിലും മുഴുകി ജീവിക്കുന്ന അജഗണത്തെ ഓർത്ത് ദൈവം ഒത്തിരിയേറെ വേദനിക്കുകയാണ്. ഉള്ളുരുകിക്കരയും, കണ്ണീർ ധാരധാരയായി ഒഴുകും, കണ്ണീർ ധാരധാരയായി ഒഴുകും. അഹങ്കാരികളെ ഓർത്ത് ദൈവം കരയുക. അഹങ്കാരികൾക്ക് വരാനിരിക്കുന്ന തകർച്ചകൾ ഓർത്ത് ദൈവത്തിൻ്റെ ഹൃദയം നൊമ്പരപ്പെടുക. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആരുടെയും തകർച്ചയും പരാജയവും ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തിന് അവിടുന്ന് അഹങ്കാരികളെ സ്നേഹിക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു, നല്ലവരെ സ്നേഹിക്കുന്നു, ദൈവത്തെ വെറുക്കുന്നവരെ സ്നേഹിക്കുന്നു, നിരീശ്വരവാദികളെ സ്നേഹിക്കുന്നു, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. അവരുടെയൊക്കെ തകർച്ചയിൽ ദൈവം വേദനിക്കുന്നു. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51-52 വചനങ്ങൾ. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചതറിച്ചു. പുറമെ എളിമയുണ്ട്, വിനയമുണ്ട്, ഉള്ളിൽ അഹങ്കാരം. ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചവരെ അവൻ ചിതറിച്ചു. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ? ചിലരുണ്ട് പുറമെ വിനയമൊക്കെ ഉണ്ട്, പക്ഷെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിലോ വചനം പറയുന്നു, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന്, അധികാരത്തിൻ്റെ സിംഹാസനം. പലരും അധികാരം നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. അധികാരം ലഭിച്ചപ്പോൾ അഹങ്കാരികളായിട്ട് മാറിയവർ ധാരാളമുണ്ട്. താഴേക്കടയിൽ നിന്ന് വളർന്ന് ഉയരങ്ങളിലെത്തിയ എത്രയോ പേര്, രാജ്യങ്ങൾ ഭരിച്ചവർ, രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ അഹങ്കാരികളായിട്ട് മാറിയപ്പോൾ ദൈവം അവരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി. എന്നിട്ടോ വിനീതരെ, എളിമയുള്ളവരെ അവൻ ഉയർത്തുകയാണ്. സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അധികാരം ഉള്ളവർ, അതാരുമാവട്ടെ. ആത്മീയ രംഗത്ത് ഉന്നത അധികാരമുള്ളവർ, സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉന്നത അധികാരമുള്ളവർ, രാഷ്ട്രീയ രംഗത്ത് ഉന്നത അധികാരമുള്ളവർ, ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ഉന്നതമായ അധികാരങ്ങൾ കൈവശം വച്ചിരിക്കുന്നവർ എളിമപ്പെടുവാൻ തയ്യാറാവണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയാ. മറിച്ചിടുമ്പോൾ നന്നായിട്ട് പരിക്ക് പറ്റും. എത്ര പൊക്കത്തിലാണോ, പൊക്കത്തിൽ നിന്ന് വീഴുമ്പോൾ അത് വലിയ ക്ഷതമായിരിക്കും. അതുകൊണ്ട് എളിമപ്പെടാം. അധികാരം കയ്യിലുള്ളവർ അധികാരം ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുക. അധികാരമെടുത്ത് ആരെയും ദ്രോഹിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. അധികാരം സേവനത്തിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അധികാരമുള്ളവർ എളിമയിലുള്ളവരായിരിക്കുക. അത് ദൈവത്തിന് ഒത്തിരി പ്രീതികരമാണ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം. മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക, നിലവിട്ട് സ്വയം മതിക്കരുത്. മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക, നിലവിട്ടു നീ മതിക്കരുത്, നിലവിട്ടു നീ അഹങ്കരിക്കരുത്.
മകനെ, വിനയം കൊണ്ട് നീ മഹത്വമാർജിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. നിനക്ക് എത്രമാത്രം വിനയമുണ്ടോ അവിടെയാണ് നിന്റെ മഹത്വമെന്ന് മനസ്സിലാക്കുക. നിലവിട്ടു നീ മതിക്കരുത്, നിലവിട്ടു നീ അഹങ്കരിക്കരുത്. നിനക്ക് അധികാരം നൽകിയത്, ഉയർച്ച നൽകിയത് ദൈവമാണെന്നുള്ള ഓർമ്മ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിലവിട്ടു നീ മതിക്കരുത്, നിലവിട്ടു നീ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ ചെയ്യരുത്, നിലവിട്ടു നീ അഹങ്കാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യരുത്. എളിമയുടെ മനുഷ്യനായിട്ട് മാറുക. ഇത് ആത്മീയ രംഗത്തുള്ളവരും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ ഉള്ളവരും അങ്ങനെ ആവേണ്ടി ഇരിക്കുന്നു. 1 കൊരിന്തോസ് 4-ാമധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. 1 കൊരിന്തോസ് 4-ാമധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നു. നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നു. എന്തൊരു അഹങ്കാരമാണ്! ചിലരുടെ രീതി കണ്ടാൽ അങ്ങനെയാ. എല്ലാം തികഞ്ഞു എന്ന ഭാവം, എല്ലാം നേടിയെടുത്തു എന്ന ഭാവം, എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാ നീ അഹങ്കരിക്കുന്നത്? നിന്റെ കഴിവ്, നിന്റെ ബുദ്ധി, നിന്റെ സൗന്ദര്യം, നീ പഠിച്ചു വാങ്ങിയ ഡിഗ്രികൾ, ഇതൊക്കെ ദൈവം ദാനമായിട്ട് നൽകിയതാ. നീ നേടിയതാണ്, എൻ്റെ കഴിവ് കൊണ്ട് സ്വന്തമാക്കിയതാണ് എന്ന് അഹങ്കരിക്കരുത്. എല്ലാം തികഞ്ഞവരായി എന്ന് നീ വിചാരിക്കരുത്, എല്ലാം തികഞ്ഞു എന്ന് നീ ചിന്തിക്കരുത്. വചനം ശക്തമായിട്ട് മുന്നറിയിപ്പ് തരിക. എല്ലാം തികഞ്ഞു എന്ന് വിചാരിച്ച് നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവരെ അവൻ മറിച്ചിടുമെന്നാണ് പറയുന്നത്. അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചു കളയും. അഹങ്കാരികളെ ദൈവത്തിന് ഇഷ്ടമേ അല്ല. സങ്കീർത്തനം 75:4-7 വരെയുള്ള തിരുവചനങ്ങൾ. വൻപ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു. വൻപ് പറയരുത്. നിന്റെ നാവ് കൊണ്ട് നീ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയരുത്. വൻപ് പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അഹങ്കാരം കയറി മത്തുപിടിച്ചാൽ പിന്നെ വൻപ് പറയുന്ന വ്യക്തികൾ, അവരെ നമ്മൾ കാണാറുണ്ട്. നീ വൻപ് പറയരുത്. ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു, ആകാശത്തിനെതിരെ കൊമ്പ് ഉയർത്തരുത്. ഗർവോടെ നീ സംസാരിക്കരുത്. ഹൃദയത്തിൽ ഞാനെന്ന ഭാവത്തോടെ, ഗർവോടെ, ധാർഷ്ട്യത്തോടെ നീ സംസാരിക്കരുത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. നിനക്ക് ഉയർച്ച വരുന്നത് നിന്റെ സൃഷ്ടാവിൽ നിന്നാണ്. നിന്നെ ഉയർത്തുന്നത് നിന്റെ ദൈവമാണ്. ഒരുവനെ താഴ്ത്തുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. ഒരാളെ ഉയർത്തുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം ഒരാളെ ഉയർത്തിയാൽ അതോർത്ത് മറ്റാരും അസൂയപ്പെടുവാനായിട്ട് പാടില്ല. ഒരാളെ താഴ്ത്തുന്നത് ദൈവമാണ്. നീ വൻപ് പറയരുത്, ഗർവ് കാട്ടരുത്. വചനം നമുക്ക് ശക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഈ വചനം കേൾക്കുന്നവർ ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഈ വചനം നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. സെഫാനിയയുടെ പുസ്തകത്തിൽ 3-ാം-അധ്യായത്തിൻ്റെ 11-12 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ മധ്യേ നിന്ന് വമ്പ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നിന്റെ മധ്യേ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധഗിരിയിൽ വെച്ച് ഒരിക്കലും അഹങ്കരിക്കത്തില്ല. എൻ്റെ വിശുദ്ധഗിരിയിൽ, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നീ അഹങ്കരിക്കത്തില്ല. നിന്നെ ഞാൻ നീക്കിക്കളയും. അഹങ്കരിക്കാൻ നീ അവിടെ ഉണ്ടാവത്തില്ല. ഞാൻ നിൻ്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള
ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. വിനയമുള്ളവരെ, എളിമയുള്ളവരെ കർത്താവ് ഉയർത്തും. താഴ്മയുള്ളവരെ കർത്താവ് അഭിഷേകം ചെയ്യും. ഗർവ് പറയരുത്, വൻപ് പറയരുത്, ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ഭാവിക്കരുത്. അവിടെ നമുക്ക് വലിയ തെറ്റുപറ്റുകയാണ്. എനിക്ക് ചില അവസരങ്ങളിൽ ഉണ്ടായ വലിയ ഒരു അനുഭവമാണ്. നമ്മുടെ ധ്യാനത്തിലൊക്കെ ഒത്തിരിയേറെ ഉന്നതരായ വ്യക്തികൾ വന്ന് പങ്കെടുക്കാറുണ്ട്. ചില വ്യക്തികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവരുടെ എളിമ മനസ്സിലാവുന്നത്. എത്ര വലിയ എളിമയാണെന്നറിയോ. ഉന്നതമായ വിദ്യാഭ്യാസം, ഉന്നതമായ പൊസിഷനിലൊക്കെ ആയിരിക്കുന്ന വ്യക്തികൾ വലിയ എളിമയോടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊത്തിരി അവരുടെ സ്നേഹം തോന്നും. എളിമയുള്ളവരെയാണ് ദൈവത്തിന് ഇഷ്ടം. നമുക്ക് അഹങ്കാരവും വൻപ് പറയുന്ന സ്വഭാവവും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാം. അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ പുറപ്പെടരുത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ അഹങ്കാരത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രഭാഷകൻ 10:12-13 അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. നിന്റെ ഹൃദയത്തിൽ അഹങ്കാരം നിറയുമ്പോൾ ദൈവത്തിൽ നിന്ന് നീ അകലുകയാ. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരിയുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുക പ്രയാസമാണ്. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അഹങ്കാരത്തോടൊപ്പം ഹൃദയത്തിൽ പാപം മുളയെടുക്കുന്നു. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരം പഴുത്ത് ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്നു. അഹങ്കാരി, നീ എളിമപ്പെടുക, ഗർവ ഉപേക്ഷിക്കുക. കർത്താവിന് മുമ്പിൽ നമുക്ക് കുമ്പിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അഹങ്കാരത്തിൻ്റെ ആ ഒരു തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. അഹങ്കാരത്തിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് പുറത്താക്കണം. എളിമയുടെ വിനയത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണം. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അഹങ്കാരത്തിൻ്റെ ദുരാത്മാവ് ഞങ്ങളെ വിട്ടുമാറട്ടെ. വൻപ് പറയുന്ന തിന്മയുടെ ആത്മാവ് ഞങ്ങളെ വിട്ടുമാറട്ടെ. ഞാനെന്ന ഭാവം ഞങ്ങളെ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് എളിമ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വിനയം നൽകണമേ. പരിശുദ്ധാത്മാവേ, ആഴമായ താഴ്മ ഞങ്ങൾക്ക് നൽകണമേ. വിനീതമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന അഹങ്കാരം ഞങ്ങളെ വിട്ടുമാറട്ടെ. ഞാനെന്ന ഭാവം വിട്ടുമാറട്ടെ. ഈഗോയുടെ കെട്ട് അഴിയട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എളിമപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഒരിക്കലും ഞാൻ ഏതോ ഒരു വിദേശത്ത് പ്രോഗ്രാമിന് പോകാനായിട്ട് എയർപോർട്ടിലെത്തുമ്പോൾ ഇവർ അങ്ങനെ എയർപോർട്ടിൽ എത്തി കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാൻ 2 കണ്ണിനും കാഴ്ചയില്ലാതിരുന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് കർത്താവ് കാഴ്ച കൊടുത്ത ഒരു സാക്ഷ്യം നമ്മൾ ഇപ്പോൾ കേൾക്കുകയാണ്. മോൻ്റെ പേരെന്താ? ഫ്രോമിൻ എന്നാണ്. വീട് അങ്കമാലിയല്ലേ? മോളുടെ പേരെന്താ? ദീപ്തി. കുഞ്ഞിൻ്റെ പേര്? ഹന്ന മേരി. ഹന്ന മേരി. ഇത് അപ്പച്ചനല്ലേ? അപ്പച്ചനും വന്നിട്ടുണ്ട്. എല്ലാവരും ഇന്ന് എത്തിയതാണ് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട്. കൊച്ചിൻ്റെ ബർത്ത്ഡേ ഡേറ്റ് നവംബർ 15 അതായത് കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ജനിച്ചു കഴിഞ്ഞപ്പോൾ അങ്കമാലിലായിരുന്നു. കഞ്ചനൈറ്റൽ ഗ്ലൂക്കോമ എന്നാണ് അതിൻ്റെ അസുഖത്തിൻ്റെ പേരായിരുന്നു. അപ്പോൾ നോർമലി അത് സാധാരണ 40-40 വയസ്സുള്ള ആളുകളിൽ വരുന്ന ഇതാണ്. ഒപ്റ്റിക്കൽ നെർവിനകത്ത് പ്രഷർ ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചയെ ബാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയിട്ടത് ഇല്ലെന്നാണ് പൊതുവെയുള്ള ഡോക്ടർമാരുടെ നിഗമനം. കുഞ്ഞിന് കൂടി 5 ദിവസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അങ്ങനെ ഞങ്ങൾ ബ്രദറിനെ, ഞാൻ പാവറട്ടിലൊരു ധ്യാനം നടക്കുന്ന സമയത്ത് ബ്രദറിനെ വന്ന് കണ്ടിരുന്നു. അതിന് ശേഷമാണ്, കാരണം ആ ടൈമിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബ്രദർ ഒരു കൺവെൻഷന് പുറത്തേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് രാത്രി വെളുപ്പിന് ഒരു 2 മണി 2:30 സമയത്താണ് ബ്രദറിനെ കാണാനുള്ള സൗകര്യം കിട്ടിയത്. ഞങ്ങൾ കണ്ടു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ധൈര്യമായിട്ട് തിരിച്ചു പോയി, ഒന്നുകൊണ്ട് പേടിക്കണ്ട, കണ്ണിന് കാഴ്ച ഉണ്ടാവുമെന്ന് പറഞ്ഞു.
ഇപ്പോൾ ഈ വരുന്ന നവംബർ 15 ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫുൾ പക്ക എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഫുള്ളായിട്ട് എല്ലാം പൂർണ്ണമായിട്ടും മാറിയെന്നാണ്. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് ബ്രദറിന് കൊടുത്തതിനും ഞങ്ങൾ ഒത്തിരി അധികം സ്തുതിക്കുന്നു നന്ദി പറയുന്നു. നോക്കുക, ഈ കുഞ്ഞിൻ്റെ കണ്ണിനാണ് അത്ഭുതകരമായിട്ട് കർത്താവ് കാഴ്ച കൊടുത്തത്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവവചനം പറയുന്നു, അന്ധന് ഞാൻ കാഴ്ച കൊടുക്കും, അല്ലേ? അന്ധന്മാർക്ക് കാഴ്ച, ചെകിടർക്ക് കേൾവി, തളവാദമുള്ളവരെ എണീപ്പിച്ചു നടത്തും. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ അത്ഭുതകര ദൈവമാണ്. അവൻ സൗഖ്യദായകനാണ്. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ഈ കുഞ്ഞിന് നൽകിയ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ.